ടൗണിലോട്ട് കയറും കേട്ടോ. ഏകദേശം മെയിൻ റോട്ടിൽ കൂടെ ഒക്കെ ഓടിച്ച് സെറ്റായി. അപ്പോൾ ഞങ്ങൾ ഒരു ബ്ലോക്കും കാര്യങ്ങളും തിരക്കൊക്കെ ഉണ്ടോ എങ്ങനെ എന്താ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാണ്. ഓട്ടോറിക്ഷയുടെ സ്പീഡ് കുറയും. അപ്പോൾ പുറത്ത് ഈ വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നോക്കിക്കോളുക, നമ്മുടെ വണ്ടിയുടെ മുഖം എങ്ങോട്ട് പോകേണ്ടത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല ഇവിടെ വൃത്തിക്ക് അത് മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ളവർ ചിലപ്പോൾ പാഞ്ഞ് ചിലപ്പോൾ ഇപ്പോൾ കയറി മുന്നിലോട്ട് വരും, ഒക്കെ ആര് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ട്രാക്കിലോട്ട് കയറുമ്പോൾ ഇനി നമുക്ക് മാക്സിമം സ്പീഡ് കൊടുത്ത് ഇപ്പോൾ ഓട്ടോറിക്ഷ നോക്കിയേ സെൻറ്ററിലൂടെ പോണേ. അപ്പോൾ ഓട്ടോറിക്ഷ നമ്മൾ ഓവർടേക്ക് ചെയ്യണില്ല. അപ്പോൾ നമ്മൾ ആ വണ്ടിയിലെ സ്പീഡിനെ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് എന്താക്കി ആക്സിഡൻറ്റ് മെല്ലെ കൊടുക്കണം. അപ്പോൾ ബേക്കിൽ നിന്ന് ഒരുപാട് പേര് കയറാൻ ശ്രമിക്കുന്നുണ്ട്. അവർ കയറുവാണെങ്കിൽ കയറിക്കോട്ടെ, നമ്മൾ എങ്ങോട്ട് നോക്കിയാൽ മതി, നമ്മുടെ ലെഫ്റ്റ് സൈഡ് നോക്കുക. അതുകൊണ്ട് കയറിയ വണ്ടി ഇങ്ങോട്ട് അടുത്തു. അപ്പോൾ നമ്മൾ സ്പീഡ് കൂടുവാണെങ്കിൽ എന്താവും, അവനെ പോയിട്ട് ഇടിക്കും. അപ്പോൾ നമ്മൾ ഇനിയും കെയർ ചെയ്യുക. കാരണം നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് റിസ്ക് ഉണ്ട്, നമ്മൾ പഠിച്ചു വരുന്നവരാണ്. അപ്പോൾ നമ്മൾ സൈഡ് ചേർന്ന് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് നിങ്ങൾ ഏത് ഗിയറിലാണ് പോണേ അതിൻ്റെ ലോ ഹൈ അല്ല, എത്ര വരെ എനിക്ക് ലോയിൽ പോകാൻ പറ്റുന്ന അറിഞ്ഞ് മനസ്സിലാക്കി ഓടിക്കുക നമ്മൾ. അപ്പോൾ അവിടെ വണ്ടി നിന്നു. അപ്പോൾ ഇപ്പോഴും ആക്സിഡൻറ്റിന് കാലെടുത്തു. അപ്പോഴത്തേന് ആ വണ്ടി എന്തായി പോകാൻ തുടങ്ങി. മെല്ലെ നമ്മൾ എന്താക്കി മെല്ലെ പോകാം. ഇനി പോകുന്നുണ്ടോ ഇല്ല, ക്ലച്ച് ചവിട്ടി ഫസ്റ്റിലോട്ട് ഇട്ടു. വണ്ടി നേരെ ഫസ്റ്റിലോട്ട് ഇട്ടു. വണ്ടി മെല്ലെ ഹാഫ് ക്ലച്ചിലോട്ട് വന്നു. സമാധാനത്തിൽ മെല്ലെ. അപ്പോൾ ഇപ്പം നമ്മൾ ഏത് ഗിയറിൽ വന്നു? ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വന്നോ? നമ്മളിവിടെ നിന്നതും ഫസ്റ്റ് ഇട്ടതും ആരെങ്കിലും അറിഞ്ഞോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ ആരും വരും. ചിലപ്പോൾ ലെഫ്റ്റിൽ നമ്മൾ അടുപ്പിച്ച് കൊടുത്താൽ ചിലപ്പോൾ ലെഫ്റ്റിൽ നിന്ന് വണ്ടി കയറും. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി മിഡിലിൽ പോകാം. കാരണം അവിടെ നിന്ന് എങ്ങോട്ടുണ്ട് ലെഫ്റ്റിലോട്ട് ഇപ്പോൾ ഒരു വഴി ഉള്ളതുകൊണ്ട് നമുക്ക് ഈ നെക്സോൺ പോണ ലെവലിൽ തന്നെ നമുക്ക് പിടിച്ചാൽ മതി. ഓക്കെ, മെല്ലെ പോകാൻ മതി, ഒരു തിരക്കില്ല. അങ്ങനെ റോഡിനെ അറിഞ്ഞ് മനസ്സിലാക്കി ഓടിക്കുക. വീണ്ടും മെല്ലെ ക്ലച്ച് എടുത്ത് ബേക്കിലോട്ടൊന്ന് നോക്കി നമ്മൾ അന്തിക്കണ്ട. കാരണം ബേക്കിലൊക്കെ വരിയായിട്ട് എന്തുണ്ട്, വണ്ടിയുണ്ട്, ഒരു ലോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് എന്ത് ചെയ്യണ്ട, നോക്കണ്ട. ഒരു ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നോക്കും. കാരണം ഇപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ഓഫാകാൻ കാരണം എന്താ, ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് നമ്മൾ എന്താക്കി ക്ലച്ചിനെ എടുത്തു. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോൾ ക്ലച്ച് നമ്മൾ റിലീസ് ചെയ്യേണ്ടി ആദ്യം ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് വണ്ടി ബാക്കോട്ടോ മുന്നോട്ടോ പോകുന്നുണ്ടോ നോക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് നമുക്ക് ചവിട്ടി പിടിക്കണോ? വേണ്ട. ഇവിടെ നമ്മൾ ക്ലച്ച് ഹാഫ് ക്ലച്ചിലോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി ഒരു 3-4 പ്രാവശ്യം സ്റ്റെപ്പാക്കിയാലേ കിട്ടുള്ളൂ. ആദ്യം ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, എന്നിട്ട് ക്ലച്ചിനെ നമ്മൾ മെല്ലെ എടുത്തു. പേടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ, ഒരു ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ഞങ്ങൾ കോട്ടക്കലുള്ള കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാണ്. കാരണം ഇനി നമ്മൾ ഇന്നേ ഉള്ളൂ, ഇത് 1 ഡേ ക്ലാസ് ആണ്. അപ്പോൾ ഇന്ന് എനിക്ക് തീരുമാനമാക്കിയിട്ട് പോകാനുള്ളതാണ്, ഡെയിലി ക്ലാസ് അല്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കലുണ്ട്, ഒന്നുമില്ല, നമ്മൾ മെല്ലെ പോവാണ്. അപ്പോൾ ഓട്ടോറിക്ഷ തിരിഞ്ഞോട്ടെ ഇനി ആരും തിരിയാനില്ല, നമുക്ക് നേരെ തന്നെ പോകാം. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഓർമ്മയാണ് ഞാൻ ഏത് ഗിയറിലാണ് ഉള്ളതെന്ന്. ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് തിരക്ക് ഇച്ചിരി കുറവായിരുന്നു, അങ്ങോട്ട് വിഷമമായിരുന്നു. ഇപ്പം അങ്ങോട്ട് എങ്ങനെയുണ്ട്? നല്ല തിരക്കുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഇനി മെല്ലെ ആക്സിഡൻറ്റ് പോകണം. ആക്സിഡൻറ്റ് മെല്ലെ കൊടുത്തോ. അപ്പം ഇപ്പം നമുക്ക് ക്ലച്ച് വേണോ? വണ്ടി മുന്നോട്ട് റണ്ണ് ചെയ്യണോണ്ട് ക്ലച്ച് വേണോ? ഇപ്പം വേണ്ട. ആക്സിഡൻറ്റ് നേക്കിൽ അഡ്ജസ്റ്റ് ചെയ്യണേ. മാക്സിമം ഇതിൻ്റെ ലോ എത്രയാണെന്നുണ്ട് കണക്ക് കൂട്ടിയിട്ട് ആക്സിഡൻറ്റ് കൊടുക്കണേ. ഓക്കെ, അവിടെ ബ്രേക്ക് ലൈറ്റ് കത്തി, ക്ലച്ച് ഫുള്ള് ചവിട്ടി ബ്രേക്ക് സോഫ്റ്റ് ആയിട്ട് നിർത്തി. ഇനി ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ പിറകോട്ട് പോകും. ക്ലച്ച് മെല്ലെ പൊക്കി വൈബ്രേഷനിലോട്ട് വന്നു. ടെൻഷൻ അടിക്കണ്ട കേട്ടോ, വൈബ്രേഷനിലോട്ട് വന്നു. ഇനി മെല്ലെ ആക്സിഡൻറ്റ് കൊടുക്കുക. ക്ലച്ച് എടുത്ത് ഓടരുത്, മെല്ലെ. ഓക്കെ, സെറ്റാണോ? സെറ്റാണ്. അപ്പോൾ ടെൻഷൻ അടിക്കണ്ട. ഇച്ചിരി കൂടെ സ്പീഡ് നമ്മൾ കുറയ്ക്കുക. എന്നാൽ നമുക്ക് അവിടെ നിന്നാലും നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ സ്ഥലമുണ്ട്. നേരെ മറിച്ച് കാല് കൊടുത്ത് പോയാൽ അതിൻ്റെ ചോട്ടിക്കൊണ്ട് നിർത്തേണ്ടി വരും. അപ്പോൾ നമ്മളത് കെയർ ചെയ്യണം. കാരണം നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേക്കിൽ ആക്സിഡൻറ്റ് എടുത്ത് പോവാണ്. അപ്പോൾ നമുക്ക് ഇത്രയും സ്ഥലം കിട്ടി. സ്പീഡിൽ പോയാലോ വേഗം അവിടെ എത്തും. അപ്പോൾ വണ്ടി പൊക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ആക്സിഡൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇച്ചിരി കൊടുക്കാം. കാരണം എന്താ, ഇച്ചിരി ക്യാപ്പ് നമുക്ക് കിട്ടി. മനസ്സിലാവുണ്ടോ? ഇപ്പം എന്ത് തോന്നുന്നുണ്ട്? മാറി ഒറ്റയ്ക്ക് എടുക്കൂലേ? ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ പറഞ്ഞു തന്നാലും നമ്മൾ ഈ പഠിപ്പീര് കഴിഞ്ഞിട്ട് നിങ്ങളത് എന്ത് ചെയ്യണം, ഒറ്റയ്ക്ക് എടുത്ത് എന്ത് ചെയ്യണം, പ്രാക്ടീസ് തുടർന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് എടുത്ത് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഈ വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ പൈസയും പറ്റി ഞാൻ എന്ത് ചെയ്യും, പോവും. പക്ഷെ നിങ്ങളിത് എന്ത് ചെയ്യണം, നല്ല തിരക്കുള്ളപ്പോൾ ഇറങ്ങണ്ട, മെല്ലെ എന്ത് ചെയ്യുക, എടുത്തെടുത്ത് എന്ത് ചെയ്യുക, ഓടിച്ച് പ്രാക്ടീസ് ചെയ്ത് സെറ്റാവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.